ഈ നഖത്തിന്റെ വടക്ക് പടിഞ്ഞാറ്. ഇതൊരു തുള്ളിയല്ലേ ഉള്ളൂ? മതിയല്ലോ, ഒരു തുള്ളിയാണ് പല തുള്ളിയാകുന്നത്. പല തുള്ളി പിന്നെ പെരുതുള്ളി ആവേ. എന്റെ പൊന്നു മുത്തായി വിറകൊന്ന് കീർത്തായേ, വേണമെങ്കിൽ 2 രൂപ തരാം. അയ്യോ എന്റെ കാലേ. എന്താ വിറക് കീറുന്നോ? നല്ല കൂലി തരാം. എന്നാൽ ഇന്നൊന്ന് തുടയിക്കോ. അതിന്റെ കാലമ്മോ. ചെലയോ, ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അന്തിപ്പന്നെ പകുതി നീ ഒന്ന് കയറിത്തരണം. പകുതി സുന്ദരം കയറിത്തരാൻ പറയുന്നുണ്ട്. എന്താണ് എനിക്ക് ജോലി? സായിപ്പിന്റെ വീട്ടിൽ കുറെ വിരുന്നുകാരുണ്ട്. പട്ടണത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം. പിന്നെ കുറച്ച് വീട്ടു ജോലിയും. പന കയറാൻ പോയാൽ നീ ഇപ്പോ വീട്ടു ജോലിക്കാരനായോ? വീട്ടിൽ ഭയങ്കര ചെലവാ ചെലയ്യ. കിട്ടുന്ന ഒന്നിനും തികയുന്നില്ല. ഓ, നിനക്ക് കമലത്തിന്റെ വീട്ടിൽ സഹായിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് പ്രയാസമായി? ഒന്നുമില്ല. നീ നല്ലവനാടാ മുത്ത. അതുകൊണ്ടാണ് നിനക്ക് അവരെ സഹായിക്കാൻ തോന്നിയത്. മണവാളനെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ, ഒരുപാട് ജോലി. എടി പാലമ്മേ, തറയെ നോക്കി നടക്ക്, ഇല്ലെങ്കിൽ മുള്ളുള്ളൂ. നോണം കെട്ടവള്, ഒരു കൊഞ്ചലി കണ്ടില്ലേ? ഒന്ന് ചുമ്മാ ഇരിക്കണേ. അവൾ ഇവന്റെ ചന്തം കണ്ടോ നോക്കിപ്പോയി. നീ അങ്ങ് ക്ഷമിച്ചുകളാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. കമലം വയറ് നിറഞ്ഞാണ് ഇരിക്കുന്നത്. കെട്ടിയൻ മര്യാദയ്ക്ക് നടക്കണം, അല്ലെങ്കിൽ കമലത്തിനും അതിന്റെ കൊച്ചിനുമാണ് കേട്. ആ, അതൊക്കെ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തു കാണും. അമ്മയൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. എന്താ എന്താ? എടാ മരത്തലയാ, ഈ സമയത്ത് നീ മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. ഓഹോ, നീ ഒരു കൊതിയനായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സത്യമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പെണ്ണിനെ പോയി ഞാൻ ചിന്തിച്ചു. അത് മതി. സാർ, എന്താടാ? പാലവിന് ടൗണിൽ പോകുന്നുണ്ട്. സാറിന് വല്ല ബിസ്കിയോ ബ്രാൻഡിയോ വേണമെങ്കിൽ അവന്റെ കാശ് കൊടുത്തിട്ടാണ്. പറഞ്ഞത് നന്നായി. ഇതാ 2 വിസ്കി. ഓ, സാറിന്റെ ഫുൾ കോഴി അങ്ങനെ നിർത്തിപ്പൊരിച്ച് ഞാൻ നാളെ കൊണ്ടുതരാം. ആ ആട്ടെ, പുഷ്പാലയം വൈകിട്ട് ഇങ്ങോട്ട് വരണം. ഒരു കാര്യമുണ്ട്. ഓ, അത് തന്നെ 7, 8, 9, 10, 11, 12, 13, 14. ഇതാ ശരി ശരി.
മുതലാളി വലിയ കരിപ്പെട്ടിക്ക് എന്താ വില? 2 രൂപ. ഈ പാലയും കൊണ്ട് കരിപ്പെട്ടിക്ക് എത്ര കൊടുക്കും? സമയം അനുസരിച്ച് അല്പം വ്യത്യാസം വരും, എങ്കിലും 1.25 കുറയാതെ കൊടുക്കും. ഓഹോ, 1.25 രൂപ കൊടുക്കുമല്ലേ? എന്താ മുത്ത? കരിപ്പെട്ടിയുടെ വില ചോദിക്കായിരുന്നു. പട്ടണല്ലേ, അവിടത്തേക്കാൾ അല്പം വില കൂടുതൽ കാണും. അല്പൊന്നുമല്ല, ഇരട്ടിയിലധികം വ്യത്യാസമുണ്ട്. അവിടുന്ന് വാങ്ങിച്ചവർക്ക് ഇവിടെ വെക്കാനൊക്കില്ലല്ലോ. ജീപ്പിന്റെ ചെലവ്, പെട്രോൾ, ഓയിൽ, ടയറിന്റെ തേമാനം, അത് ഇത് അങ്ങനെ എന്തൊക്കെ. മുത്ത, നീ ഇനി ഇത് അവിടെ ചെന്ന് പറഞ്ഞ് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. നിനക്ക് വേണം ഞാൻ സാഹിബിനോട് പറഞ്ഞിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചു തരാം. എന്തൊരു സാധനമാണിത്. ഹലോ, കമ്മിങ്. Hi, Sophie, come soon. ഞാൻ Oh, hello. Hello. ഹലോ നമസ്കാരം. ഹലോ ഹലോ ഹായ്. Hi. ഹലോ. ഈ എന്താണ് ചെയ്യണത്? കോഴി. റബ്ബർ സ്റ്റേറ്റിലുണ്ടോ ഏത്? ഒന്നും കൂടി കടിച്ചു നോക്കണം. ഞാൻ കോഴിക്കാരാണ്. എവനെന്താ പറയുന്നത്? പിടിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ വരും. പാട്ടും ഡാൻസും തുടങ്ങി. മുദ്ദ ഡാൻസ് കാണുന്നുണ്ട്. എനിക്ക് ഡാൻസ് വേണ്ട. ഓണത്തിന് ഞാൻ ഇപ്പോഴും ഡാൻസ് ചെയ്യാം. എഴുന്നേക്കും മുദ്ദ പതുക്കെ. മുദ്ദ സ്റ്റഡി എന്നെ മുത്ത, വേഗം വാ, അകത്തുകൊണ്ടേ കിടത്താം. പതുക്കെ. മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും.